ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിൽ ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വേണം. ഒരു ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗത്തൊക്കെ ഫ്ലവേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പെറ്റിൽ ഇതുപോലെ 5 ടൈംസ് ഒന്ന് നീഡിലിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിയെ താഴേക്ക് ത്രെഡ് എടുക്കുക. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അടുത്ത പെറ്റിലും കൂടെ നമുക്കൊന്ന് 5 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ത്രെഡൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യത്തെ 2 പെറ്റിൽസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് നമ്മുടെ നീഡിലെടുക്കുക. നീഡിലെടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ടുള്ള ചെയ്തു പോകുക. അപ്പോൾ ഇത് ഞാനൊരു 15 ടൈംസ് or 16 ടൈംസ് നമുക്ക് ത്രെഡ് ചുറ്റാം. നീഡിലിൽ ത്രെഡ് ചുറ്റാം. എന്നിട്ട് ഫസ്റ്റ് പെറ്റിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത പെറ്റിലിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബുള്ളിയൻ റോസിൻ്റെ പെറ്റൽസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏത് പെറ്റിലാണോ ചെയ്ത് കഴിഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ അടുത്തത് കൊണ്ടുവരിക. അങ്ങനെയാണ് ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റിൽസും ഒന്ന് ചെയ്തു കൊടുക്കാം. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടല്ലേ പെറ്റിലെടുത്തത്, അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് ലാസ്റ്റ് പെറ്റിൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. നമ്മളിപ്പോൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ താഴെ കുറച്ച് ഡോട്ട്സ് ഇട്ടിടുന്നുണ്ടോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. റെഡ് കളറിലെ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്, 6 സ്ട്രാൻഡ്സിലെ ത്രെഡും. അപ്പോൾ ഓരോ നമ്മൾ പോയിൻ്റ് കൊടുത്തിട്ടുള്ള ഭാഗത്തും നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണേ. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം, ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാം, പിന്നെ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്റ്റിച്ചാണോ വേണ്ടത് അവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 6 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്റ്റെം ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലീഫിൻ്റെ ഭാഗത്തായിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ചുകൂടി തിക്കായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ലീഫ് വരത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ഡിസൈനാണിത്. ബിഗിനേഴ്സിനാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ നെക്കിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിൽ, പിന്നെ നമ്മുടെ ചുരിദാർ നെക്ക്, പിന്നെ ബാക്കിലൊക്കെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് സ്ലീവിലും നമുക്ക് ചെയ്യാം.
നമ്മൾ ഇതുപോലെ ലീഫ് ബാക്കിയുള്ള ഭാഗത്തും കൂടെ ലീഫ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തു, ലീഫ് ചെയ്തു, ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പുള്ള ഭാഗത്തായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു സിൽവർ സ്റ്റോൺ ബീഡ്സ് കട്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് അതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കട്ട് ബീഡ്സും ഫ്രഞ്ച് നോട്ടും ബുള്ളിയൻ സ്റ്റിച്ചും ലീഫും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡിസൈന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.